സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു വേദിയിൽ ഇടുക്കിയിൽ ആദ്യമായിട്ട് എനിക്കൊരു അവസരം തന്ന ഇടുക്കി എസൻസ് ഗ്ലോബൽ അംഗങ്ങളോട് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ബർമുഡ ട്രയാങ്കിളും കോലാഹലങ്ങളും. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും ഇത്രയും ആൾക്കാർ വന്നതിൽ വളരെ സന്തോഷം. നമ്മളുടെ വിഷയവും പലതും ഈ കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബർമുഡ ട്രയാങ്കിൾ എന്തുകൊണ്ട് ഇന്നത്തെ വിഷയമായി എടുത്തു എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് ഓരോരോ സ്ലൈഡുകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് ഇന്നും പ്രസക്തി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് നമ്മുടെ വിഷയത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്താണ് ഈ ബർമുഡ ട്രയാങ്കിൾ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പലരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. പലരും ജനിക്കുന്നതിന് മുമ്പേ ഇതിനെ പറ്റിയിട്ടുള്ള കഥകൾ ഓൾറെഡി വളരെയധികം കേട്ടുകേൾവി അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു കഥ തന്നെയാണ്. കഥ എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൽ ഓരോ സ്ലൈഡുകളിലും പല പല കൊതിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതുമായിട്ടുള്ള കഥകളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നാണ് അവസാനം നമ്മൾ അറിയാൻ പോകുന്നത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം തന്നെ ഈ സ്ഥലം, ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്നൊന്ന് ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. നമുക്കറിയാം, സമുദ്രങ്ങൾ അല്ലേ, പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ അറ്റ്ലാന്റിക് ഓഷ്യൻ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഏകദേശം 5 ലക്ഷം സ്ക്വയർ മൈൽ വരുന്ന ഒരു പ്രദേശം, ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു പ്രദേശം, അതാണ് നമ്മളുടെ കഥയിലെ നായകൻ, ദ ബർമുഡ ട്രയാങ്കിൾ. 3 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, അതിലെ പ്രധാന സ്ഥലങ്ങൾ മയാമി, ബർമുഡ ആൻഡ് പ്യൂട്ടോറിക്കോ എന്ന് പറയുന്ന 3 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ, വിമാനങ്ങൾ എല്ലാം അപ്രത്യക്ഷമാകും. ഇതാണ് ഇതിനെ ഫേമസ് ആക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലൊരു കപ്പലുകളൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചരക്ക് കപ്പലാകാം, അല്ലെങ്കിൽ നാവികസേനയുടെ കപ്പലാകാം, അല്ലെങ്കിൽ വിമാനങ്ങളാകാം, ഒറ്റയടിക്ക് അത് ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയണം. അതോ അവിടെയല്ല യാഥാർത്ഥ്യമുണ്ടോ? ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1492 ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കാലഘട്ടത്തോട്ട് പോകേണ്ടി വരും. കാരണം അദ്ദേഹം സ്പെയിനിൽ നിന്നും യാത്ര തിരിച്ച് ഈ യാത്രയുടെ ഭാഗമായിട്ട് ബർമുഡ ട്രയാങ്കിളുടെ പരിസരത്തേക്ക് കൂടെ പോകേണ്ടി വരുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എല്ലാ ദിവസവും രാത്രി അദ്ദേഹം എഴുതി വയ്ക്കും. അന്ന് കണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതി വയ്ക്കും. അങ്ങനെ ഈ പറയുന്ന സ്പെയിനിൽ നിന്ന് സാൻ സാൽവഡോർ, ഫ്ലോറിഡയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നതിൻ്റെ മധ്യേ അദ്ദേഹം ഒരു കടലിൽ ഒരു വളരെ തിക്ക് കാർപ്പറ്റായിട്ട്, കട്ടിയുള്ള ഒരു കാർപ്പറ്റ് എന്നുള്ള രീതിയിൽ പല പായലുകളും ഉണ്ടായി നിൽക്കുന്നതും എന്ന് മാത്രമല്ല അത് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായി കാണാം. എന്താണ്? കടലിൻ്റെ നടുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പായലോ അല്ലെങ്കിൽ ഇത്രയും ഒരു നമ്മൾ ഒറ്റനോട്ടത്തിലൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ലാൻഡ് ഏരിയ കണ്ടുപിടിച്ചതുപോലെ, ഒരു ഭൂപ്രദേശം കണ്ടുപിടിച്ചതുപോലെ കൊളംബസ് വിചാരിച്ചിരുന്നെങ്കിലും അത് കടലിൻ്റെ ഉള്ളിലൊരു കടൽ, സർഗാസോ കടൽ എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് അതിൽ എഴുതി ചേർത്തു. ഇതിൻ്റെ മുകളിലോട്ട് ഈ ആമയും അല്ലെങ്കിൽ ഞണ്ടും അല്ലെങ്കിൽ പലതരം മത്സ്യങ്ങളും എല്ലാം കയറി വരാം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, കരയെത്തി, നമ്മൾ പുതിയൊരു കരഭാഗം കണ്ടെത്തി എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ പിന്നീട് അവിടെ നിന്ന് കഥ മാറാം. ഈ സ്ഥലം കണ്ടെത്തിയോടുകൂടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഷിപ്പിലുള്ള മാഗ്നറ്റിക് കോമ്പസൊക്കെ കൃത്യമായിട്ടുള്ള ദിശ അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം ദിശ തെറ്റിച്ച് കാണിക്കുന്നു. എന്തൊക്കെയോ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൊളംബസ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിനെയാണ് സർഗാസോ സീ എന്ന് വിളിക്കുന്നത്. അതായത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ വളരെ വലിയൊരു സ്ഥലം തന്നെയാണ് സർഗാസോ സീ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത, അവിടെ സർഗാസം എന്ന് പറയുന്ന ഒരു സീ വീഡ്, ഒരു കടൽ പായലാണ്, അതവിടെ ഉണ്ടായി നിൽക്കും. ഒരു തിക്ക് കാർപ്പറ്റ് പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊളംബസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകുന്നതല്ലേ നല്ലത്, കണ്ടിട്ടത്ര പന്തിയല്ല, തിരിച്ച് സ്പെയിനിലോട്ട് നമുക്ക് യാത്ര തിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കൊളംബസ് എന്ന് പറയുന്ന ഒരു വീരനായകനാണ് പല കഥകളിൽ. അദ്ദേഹം മുമ്പോട്ട് തന്നെ എന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന സർഗാസോ സീയുടെ നടുവിലൂടെ പോകുന്ന
ലാറ്റിറ്റ്യൂഡുകൾ ലോഞ്ചിറ്റ്യൂഡുകൾ എന്നൊക്കെ നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നത് പോലെ ഇതിൻ്റെ സൈഡിലൂടെ പോകുന്ന അല്ലെങ്കിൽ സർഗാസോ സീയുടെ നടുവിലൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡ് ലൈനുകളൊക്കെ ഹോസ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പിന്നീട് വിളിച്ചിരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തിക്ക് കാർപ്പറ്റ് പോലെയുള്ള സ്ഥലത്തൊക്കെ പണ്ടേതോ കപ്പലുകളിൽ പല കുതിരകളെയും കൊണ്ടുവന്ന് പോവുകയും അവിടെ സ്റ്റക്കാവുകയും ഈ കുതിരകൾക്ക് വെള്ളവും ഭക്ഷണമൊന്നും കിട്ടാതെ ഇതെല്ലാം ചത്തൊടുങ്ങുകയും ഇതിൻ്റെ പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെയാണുള്ള വിശ്വാസത്തിലാണ് ഇതിലൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡുകൾക്ക് ഹോസ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വരെ പിന്നീട് പേരിടുകയുണ്ടായി. ഏകദേശം 2000 മൈൽ നീളവും 700 മൈൽ വീതിയുമുള്ള ഈ സർഗാസോ സീ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒത്ത നടുക്കാണ്. ഇത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ കൊളംബസിൻ്റെ കപ്പലിന് അല്ലെങ്കിൽ പലതരത്തിൽ ഒരു അപകട സാധ്യത മുമ്പിൽ കണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും 3-4 ദിവസങ്ങൾക്കുള്ളിൽ കൊളംബസിൻ്റെ ഷിപ്പ് അല്ലെങ്കിൽ കപ്പൽ എന്ന് പറയുന്നത് തീരത്തണഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ അവിടെ നിന്ന് കഥകൾ ഇങ്ങനെ പൊന്തി വരികയാണ്. 1880 അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒരു ഷിപ്പ് അങ്ങനെ മിസ്സിംഗ് ആകുന്നു. 290 ആൾക്കാരുള്ള ഈ ഒരു ഷിപ്പ് ബെർമുഡയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് യാത്ര തിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരിക്കലും എത്തിച്ചേർന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 1881 നമ്മളുടെ ബെർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കഥകളിലെ ഏറ്റവും ഫേമസ് 2 കഥകൾ അതിലൊന്നാണ് ഈ ഒരു 1881 എലൻ ഓസ്റ്റിന് സംഭവിച്ച കപ്പലിന് പറ്റിയത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത് ന്യൂയോർക്കിലോട്ട് യാത്ര പുറപ്പെട്ട ഒരു ഷിപ്പ്, ഒരു കപ്പൽ. യാത്രാമധ്യേ അങ്ങകലെ ദൂരെ അകലെ ഒരു അബാൻഡൻഡ് ഷിപ്പ്, അതിനെ ഡെർലെക്റ്റ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്പ് എന്നാണ് വിളിക്കുക. അതായത് യാതൊരു തരത്തിലും ആളൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു പായ് കപ്പൽ കാണുന്നു. ഏത്? എലൻ ഓസ്റ്റിൻ കാണുകയാണ്. എലൻ ഓസ്റ്റിൻ വലിയൊരു കപ്പലാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പായ് കപ്പൽ അങ്ങ് അകലെ കാണുന്നു. അപ്പോൾ എലൻ ഓസ്റ്റിൻ്റെ കപ്പിത്താൻ വിചാരിച്ചു എന്തോ പന്തികേടുണ്ടല്ലോ, ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പ് എടുക്കുന്നു, അതിലൂടെ നോക്കിയാണ് ഈ ചെറിയ പായ്ക്കപ്പലിൽ ഏതെങ്കിലും തരത്തിൽ വല്ല ആളനക്കമുണ്ടോ. 2-3 ദിവസം അദ്ദേഹം അതിനെ വാച്ച് ചെയ്തു. ഒരു തരത്തിലും ആളനക്കമില്ല എന്ന് മനസ്സിലായപ്പോൾ ഇതിൻ്റെ കപ്പിത്താൻ, എലൻ ഓസ്റ്റിൻ്റെ കപ്പിത്താൻ വിചാരിച്ചു ഒന്ന് പോയി കളഞ്ഞേക്കാം, എന്താ സംഭവം എന്നൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ഒരു ചെറിയ വഞ്ചി അല്ലെങ്കിൽ ഒരു ലൈഫ് ബോട്ടിൽ അവർ എലൻ ഓസ്റ്റിൽ നിന്നും എങ്ങോട്ട് പോവുകയാണ്? ഈ പായ് കപ്പൽ അല്ലെങ്കിൽ ഡെർലെക്റ്റിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. കാരണം അവിടെ ഒരു മനുഷ്യൻ പോലുമില്ല. ആ ഒരു കപ്പൽ അല്ലെങ്കിൽ ആ ചെറിയൊരു ബോട്ടിൽ ഒരു മനുഷ്യൻ പോലുമില്ല. എന്നാൽ ബാക്കി ഒരു പൈററ്റ്സ് വന്നിട്ട് അത് ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും കൊള്ളയടിക്കുന്ന സംഘങ്ങൾ വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു അപകടം ഉണ്ടാക്കിയതായിട്ട് ഒരു സൂചനയും ഇല്ല. പക്ഷേ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു കാര്യം, ആ ഒരു ബോട്ടിൽ എന്തുമില്ല. ദ ഷിപ്പ് ലോഗ്, അതായത് ആരൊക്കെ അവിടെ വർക്ക് ചെയ്തിരുന്നു, അതിൻ്റെ കപ്പിത്താൻ ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ അടങ്ങുന്ന പുസ്തകവും കാണാനില്ല. അപ്പോൾ എലൻ ഓസ്റ്റിൻ്റെ കപ്പിത്താൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, നമുക്കിത് കൂടെ കൊണ്ടുപോകാം, നമുക്കിത് ന്യൂയോർക്കിലോട്ട് തിരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ മിടുക്കരായ 3 അനുയായികൾ നിങ്ങൾ ഇതിൽ പുറപ്പെട്ടോളൂ, ഞങ്ങളുടെ എലൻ ഓസ്റ്റിൻ്റെ ഒപ്പം കൂടെ വന്നോളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ 2 കപ്പലും ഒരുമിച്ച് നീങ്ങുകയാണ് ന്യൂയോർക്കിലോട്ട്. പെട്ടെന്ന് കാറ്റും പേമാരിയും വരുന്നു. 2 കപ്പലുകൾ സ്പ്ലിറ്റ് ആകുന്നു. 2 കപ്പലുകളും സ്പ്ലിറ്റ് ആകും. വീണ്ടും തീവ്രമായ ശ്രമത്തിൻ്റെ ഒടുവിൽ വീണ്ടും ആ ഡെർലെക്റ്റ് എന്ന് പറയുന്ന ഗോസ്റ്റ് ഷിപ്പ് വീണ്ടും എലൻ ഓസ്റ്റിൻ കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പ് എടുക്കുന്നു, നോക്കുന്നു, ആരും തന്നെ വീണ്ടും കാണാനില്ല. അപ്പം എന്തായിരിക്കും വീണ്ടും സംഭവിക്കുന്നത്? വീണ്ടും ഈ എലൻ ഓസ്റ്റിൻ്റെ കപ്പിത്താൻ ഞെട്ടാണ്, എൻ്റെ 3 ആൾക്കാർ അവിടെ പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പക്ഷേ ഇത് വെറും ഒരു കെട്ടുകഥ മാത്രമായിരിക്കാം. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കഥയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. എലൻ ഓസ്റ്റിൻ തിരിച്ച് ന്യൂയോർക്കിലോട്ട് വരുന്നു. ന്യൂയോർക്കിൽ വന്നിട്ട് ആ കപ്പിത്താൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഞാനിപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഗോസ്റ്റ് ഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ആർക്കും ഇന്നും അറിയില്ല. ഒന്ന് മനസ്സിലാക്കണം, വർഷം ഏതാണ്? 1881. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അദ്ദേഹം നോക്കുന്നു, ടെലിസ്കോപ്പിലൂടെ നോക്കുന്നതും, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു വഞ്ചിയിൽ ആ ഡെർലെക്റ്റിൻ്റെ അടുത്തോട്ട് പോകുന്നതും, അല്ലെങ്കിൽ കാറ്റും പേമാരിയും അതിനെ 2ആയി തിരിക്കുന്നതും, പിന്നീട് നോക്കുമ്പോൾ വീണ്ടും അതൊരു ഗോസ്റ്റ് ഷിപ്പായി മാത്രമായി കാണുന്നതും കാണാം. US നാവികസേനയുടെ ഏറ്റവും വലിയൊരു കപ്പൽ മിസ്സിംഗ് കേസുണ്ട്. 1918 സൈക്ലോപ്സ് എന്ന് പറയുന്ന ഒരു കപ്പലാണ്. 309 ആൾക്കാരായിരുന്നു ആ കപ്പലുള്ളത്. ബാർബഡോസിൽ നിന്നും ബാൾട്ടിമോറിലോട്ട് യാത്ര ചെയ്ത ഈ കപ്പൽ 11,000 ടൺ മാംഗനീസുമായിട്ടാണ് പോകുന്നത്. ഒരു തരത്തിലും കപ്പലിൻ്റെ യാത്രക്കിടയിൽ ഒരു അപകടത്തിലുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ റേഡിയോ സിഗ്നലുകളോ ഒന്നും തന്നെ USA കിട്ടിയിട്ടില്ല. പക്ഷേ കപ്പൽ എവിടെ എത്തിയില്ല? ബാൾട്ടിമോറിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, കപ്പലിൻ്റെ വല്ല നട്ടോ ബോൾട്ടോ പോലും കടലിൽ നിന്ന് മാസങ്ങൾ തെരഞ്ഞിട്ടും കിട്ടിയില്ല എന്നുള്ളതാണ്.
അപ്പോൾ സാധാരണ അപകടം വരുന്നതിന് തൊട്ട് മുമ്പ് ഇവർ SOS, സേവ് അവർ സോൾസ് എന്നാണ് അതിൻ്റെ പേര്, SOS സന്ദേശങ്ങൾ ഇമ്മീഡിയറ്റ്ലി അവർ കരയിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ സന്ദേശങ്ങൾ അയക്കും. അതായത് ഒരു എമർജൻസി സിഗ്നൽ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് സന്ദേശങ്ങൾ അയക്കും. റേഡിയോ സന്ദേശങ്ങൾ അവരയക്കും. ഞങ്ങൾക്ക് അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്നെല്ലാം കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എന്തായിരിക്കും ഈ ഒരു കപ്പലിന് സംഭവിച്ചത്? ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ യാത്ര പോകുന്നത് വീണ്ടും ബെർമുഡ ട്രയാങ്കിളിൻ്റെ ഹൃദയഭാഗത്തു കൂടെയാണ് ഈ കപ്പൽ പോകുന്നത്. ബാർബഡോസിൽ നിന്ന് പോകുന്നു. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ മിസ്സിംഗ് കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേവി ഷിപ്പുകളിൽ ഏറ്റവും വലുതും സൈക്ലോപ്സ് തന്നെയായിരിക്കും. കാരൽ എ ഡിയറിംഗ് എന്ന് പറഞ്ഞാൽ 1921 നമ്മൾ എത്തിയിരിക്കുകയാണ്. 1921 വർഷങ്ങൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഷിപ്പിൻ്റെ പ്രത്യേകത സാൻഡ് ബെഡ്, അതായത് കരയിൽ അകപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റക്കായി കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു പടുകൂറ്റൻ ഷിപ്പാണ്. 5 മാസ്റ്റ് ഷിപ്പ്, അതായത് 5 കൊടിമരങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാം. അത്രയും വലിയൊരു ഷിപ്പാണ്. വീണ്ടും ആളൊന്നുമില്ല, കപ്പൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നു. ആകെ കണ്ടത് 2 പൂച്ച മാത്രമാണ് അതിൽ ഓടിക്കളിക്കുന്നത് കണ്ടത്. പക്ഷേ അതിൽ എന്തുകൊണ്ടാണ് ഇത്തരം കേസുകൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കപ്പൽ കണ്ടെത്തുമ്പോൾ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ലഗേജുകളൊന്നും കാണാനില്ല, ആൾക്കാരെ കാണാനില്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ച് കാണുക എന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ കപ്പലിൽ മ്യൂട്ടിനി എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ച് കാണാം. എന്താണ് മ്യൂട്ടിനി എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഒരു പക്ഷേ പൈററ്റ്സ് അറ്റാക്ക് ചെയ്തതായിരിക്കാം, കടൽ കൊള്ളക്കാർ അറ്റാക്ക് ചെയ്തതായിരിക്കാം എന്ന് പറയുന്നു. എന്താണ് ഈ മ്യൂട്ടിനി എന്നൊരു വാക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട്, കപ്പലിനുള്ളിൽ ആൾക്കാർ തന്നെ കപ്പിത്താനെതിരെ തിരിയുന്നൊരവസ്ഥ. ഓക്കെ, അങ്ങനെ കപ്പിത്താനെ കൊല്ലുന്നു. അവരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരാരും രക്ഷപ്പെട്ടു പോയില്ല. ഒരു പക്ഷേ വീണ്ടും കാറ്റിലും മഴയിലും അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രമാണ് നമ്മൾ പറയുന്നത്, അതിലകപ്പെട്ട് അവരും മരിച്ചു പോയി കാണുമായിരിക്കാം. ഇതാണ് മ്യൂട്ടിനി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ കപ്പലിൻ്റെ ക്രൂവിൻ്റെ ഭാഗമായിട്ട് ഒരാൾ എഴുതിയ മെസ്സേജ് ആ കടൽ തീരത്ത് വന്നടങ്ങി. ഒരു കുപ്പിയിലൊരു മെസ്സേജ്. 1921 നോർത്ത് കരോലീനയിലാണ് ഈ ഒരു കുപ്പി കണ്ടെത്തിയത്. ഇതിൽ എഴുതിയിരിക്കുന്ന സന്ദേശപ്രകാരം ഞങ്ങളെല്ലാവരെയും ബന്ദികളാക്കപ്പെട്ടു, ഞങ്ങളുടെ കാലുകളെല്ലാം കാൽവിലങ്ങുകളാൽ ബന്ധനത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു ആ കുപ്പിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ കാരൽ എ ഡിയറിങ്ങിൻ്റെ കപ്പിത്താൻ്റെ ഭാര്യ ഈ സന്ദേശം എടുത്തിട്ട് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇത് വളരെ റീസെൻ്റ്ലി എഴുതിയതാണ്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതൊന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ഇതൊരു പ്രാങ്ക് മാത്രമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടെത്തി. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിനെ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ കഥകളൊന്നുമല്ല. 1945 സംഭവിച്ച ഒരു കാര്യം. 1 അല്ല 2 അല്ല 5 വിമാനങ്ങൾ ഒറ്റയടിക്ക് പോകുന്നു. അതായത് 1945 എന്ന് പറയുമ്പോൾ വീണ്ടും ടെക്നോളജി മുമ്പോട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. 5 വിമാനങ്ങൾ ആലോചിച്ച് നോക്കുക. അതും US നേവിയുടെ ടോർപിഡോ ബോംബേഴ്സ് ഫ്ലോറിഡ എയർപോർട്ടിൽ നിന്നും പറന്നു വരികയാണ്. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 2 മുതൽ 3 മണിക്കൂർ മാത്രമാണ് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ 5 വിമാനങ്ങളും കാണുന്നില്ല. ഒരു വിമാനം ആണ് പോകുന്നതെങ്കിൽ ഓക്കെ, 2 ആണെങ്കിൽ പിന്നെയും ഓക്കെ. 5 വിമാനങ്ങൾ നഷ്ടപ്പെടുക, അതിലെന്തോ ദുരൂഹതയില്ലേ? പക്ഷെ അതിൻ്റെ ദുരൂഹത വീണ്ടും കൂട്ടുന്നത് ഈ 5 വിമാനങ്ങൾ എവിടെ പോയി എന്ന് അന്വേഷിച്ചിറങ്ങിയ 6ാമത്തെ വിമാനവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ എന്തോ അവിടെ അല്ലേ, നമ്മുടെ തലയിൽ ആദ്യം ഉദിക്കുന്നത് എന്തോ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ആദ്യം ചെറിയ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല, നമ്മൾ വലിയ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുക. ഒന്നെങ്കിൽ കടലിൻ്റെ അടിയിൽ നിന്ന് ഏതെങ്കിലും അദൃശ്യ ശക്തി അല്ലേ ഇതിനെ 5 എണ്ണത്തിനും വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി ഫിസിക്സും സയൻസും പഠിച്ച ആൾക്കാരാണെങ്കിൽ ഏലിയനുള്ള ഒരു സാധ്യത നമ്മളിവിടെ മറക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും തലയിൽ ചിന്തിക്കാൻ പറ്റുന്ന കാരണങ്ങൾ അവിടെ വെച്ച് റീപ്ലേസ് ചെയ്യും. കാരണം ഇതാരും കണ്ടിട്ടില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പം എന്തായിരിക്കാം ഈ 5 വിമാനങ്ങൾക്ക് സംഭവിച്ച് കാണുക എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു. ഇതിൽ ഈ 5 വിമാനങ്ങളിൽ ഒരു വിമാനത്തിലാണ് ഇതിൻ്റെ ലീഡർ, അതായത് ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ 2 കോമ്പസും വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായ കാരണം ബാക്കി 4 വിമാനങ്ങളിൽ കോമ്പസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലീഡർ എന്താണോ, ലെഫ്റ്റനൻറ്റ് ലീഡർ എന്താണോ പറയുന്നത്, ഫ്ലൈറ്റ് കമാൻഡർ ആരാണോ എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ളവർക്കും കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ട് പോലും അവരുടെ ഫ്ലൈറ്റ് ലീഡർ പറയുന്നത് അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇവരുടെ റേഡിയോ സന്ദേശങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. റേഡിയോ ടവറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും പ്രോപ്പർലി നടന്നിരുന്നില്ല.
അതെല്ലാം സംഭവിക്കാം, ഓക്കെ. ബട്ട് ആറാമത്തെ വിമാനത്തിന് എന്ത് സംഭവിച്ചു? ഈ 5 വിമാനങ്ങൾ തേടി ഇറങ്ങി 6ാമത്തെ വിമാനം എവിടെ പോയി? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 6ാമത്തെ വിമാനം ഒരു മെറൈനോ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിമാനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈയിങ് ഗ്യാസ് ടാങ്ക് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതും ഒരു ദുരൂഹതയായി നിന്നു. മൊത്തം 27 ആൾക്കാരാണ് 6 വിമാനങ്ങളിലായി നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. ബെർമുഡ ട്രയാങ്കിളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. 1948 സമയത്ത് ഫ്ലോറിഡ കോസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ കരയിൽ നിന്നും ക്രിസ്മസ് ഈവനിങ്ങിൽ ക്രിസ്മസ് ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടി കടലിൽ നിന്നുമുള്ളൊരു വ്യൂ എങ്ങനെയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ 2 പേർ യാത്ര ചെയ്തു. നഷ്ടപ്പെടുന്നു. കോസ്റ്റ് ഗാർഡ് 20 മിനിറ്റിനകം പെട്ടെന്ന് തന്നെ എത്തിയെങ്കിലും ആ കപ്പലും കാണാനില്ല. കുറച്ചും കൂടി അതിലെ ദുരൂഹതകൾ കൂട്ടാൻ വേണ്ടിയിട്ട് ആ കപ്പലിൻ്റെ പേരും എന്തായിരുന്നു? വിച്ച് ക്രാഫ്റ്റ് എന്നുള്ളതായിരുന്നു അതിൻ്റെ പേര് എന്നുള്ളതാണ്. നമുക്കറിയാം, പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കഥകളാണ് ബെർമുഡയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. 1952 ഈ പറയുന്ന ജോർജ് എക്സ് സാൻഡ് എന്ന് പറയുന്ന ആള് ഫെയ്റ്റ് മാഗസിനിൽ ഒരു ട്രയാങ്കുലർ റീജിയനിൽ ഇത്തരം അപകടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആദ്യമായി എഴുതുന്നത്. ഫസ്റ്റ് ടൈം ട്രയാങ്കുലർ ഏരിയ. പക്ഷെ ബെർമുഡ ട്രയാങ്കിൾ എന്ന വാക്ക് കൊണ്ടുവന്നത് അദ്ദേഹമല്ല. അത് വരുന്നത് 1964 വിൻസെന്റ് ഗാഡിസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ആർഗോസി എന്ന് പറയുന്ന മാഗസിനിലാണ് ആദ്യമായി ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴും ഇതെത്ര ഫേമസ് ആയി മാറിയിട്ടില്ലായിരുന്നു. ഫേമസ് ആക്കുന്നത് 1978 ചാൾസ് ബെർലിറ്റ്സ് എന്ന് പറയുന്ന വളരെ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമായിട്ടുള്ള ദ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഏകദേശം 2 കോടി കോപ്പീസാണ് 1978 2 കോടി കോപ്പീസാണ് വിറ്റഴിക്കപ്പെട്ടത്. 30 ഭാഷകളിലാണ് അത് എഴുതപ്പെട്ടത്. ഇവിടെ നിന്നാണ് ബെർമുഡ ട്രയാങ്കിളിൻ്റെ കഥകൾ എല്ലാവരും, അല്ലെങ്കിൽ നമ്മളടക്കം നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് ആ ഒരു 1978 ശേഷമാണ്, ദ ബെർമുഡ ട്രയാങ്കിൾ. പക്ഷേ അദ്ദേഹം നമ്മൾ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ KGF 1, 2, 3 അല്ലെങ്കിൽ ബാഹുബലി ബിഗിനിങ് കൺക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ബെർമുഡ ട്രയാങ്കിൾ ക്ലിക്കാവാൻ വേണ്ടി വളരെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ വേറൊരു പുസ്തകം ഇതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിരുന്നു. അതിനുശേഷമാണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പുസ്തകം ഇറക്കുന്നത്. അത് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പലരും പല പ്ലാനുകളും പല ബിസിനസ് ടാക്ടിക്കുകളും ഇറക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 1948 സ്റ്റാർ ടൈഗർ എന്ന് പറയുന്ന ഒരു വിമാനം നഷ്ടപ്പെടുകയാണ്. ലണ്ടനിൽ നിന്ന് യാത്ര ചെയ്ത ഈ വിമാനം 31 പാസഞ്ചേഴ്സായിട്ട് യാത്ര തിരിക്കുന്നു. വളരെ ക്ലിയർ വെതർ ഫോർകാസ്റ്റ് ആയിരുന്നു. കാലാവസ്ഥയെല്ലാം ഒരു പ്രശ്നവുമില്ലാത്ത കാലാവസ്ഥ. എന്നിട്ടും സാധനം കാണാനില്ല. US എയർഫോഴ്സും ബ്രിട്ടീഷും കിണഞ്ഞ് പരിശ്രമിച്ചു, കാണാനില്ല. ഈ ഫ്ലൈറ്റിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്? പക്ഷേ 1956 ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച മറ്റൊരു വിമാനം, ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് 19 5 വിമാനങ്ങളെ തേടിയിറങ്ങിയ റെസ്ക്യൂ പ്ലെയിനിൻ്റെ പോലെയുള്ള ഒരു വിമാനം ആകാശത്ത് പൊട്ടിത്തെറിച്ചത് കൃത്യമായിട്ട് കപ്പലിൽ നിന്നും കണ്ടത് കാരണം നമുക്ക് തെളിവ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. സാധനം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ദുരൂഹതയുടെ ലിസ്റ്റിൽ പെടുന്നില്ല. അപ്പം കണ്ട കാര്യങ്ങളാണ് നമുക്ക്, അല്ലെങ്കിൽ കൃത്യമായിട്ട് തെളിവുകൾ ഇവിടെ ഉള്ളിടത്തോളം നമുക്കത് ആ ദുരൂഹതയുടെ ലിസ്റ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഫ്ലൈറ്റിനെ കൊണ്ടുപോയി ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 1965 ഫ്ലൈയിങ് ബോസ്കർ എന്ന് പറയുന്ന മറ്റൊരു വിമാനം ഫ്ലോറിഡയിൽ നിന്ന് ബഹമാസിലോട്ട് പോകുന്നു. 45 മിനിറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നഷ്ടപ്പെടുന്നു. വീണ്ടും ദർ ഈസ് നോ റിക്കവറി. അപ്പോൾ നമ്മൾ മൊത്തം എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 75 വിമാനങ്ങൾ, 100-ലധികം ഷിപ്പുകൾ, 1000-ലധികം ആൾക്കാർ ബെർമുഡ ട്രയാങ്കിളിൽ നഷ്ടപ്പെടുന്നു. ഈ എണ്ണം നമ്മൾ നോക്കുമ്പോൾ അത് വളരെ വലിയൊരു എണ്ണമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത്രയും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ തിയറീസായിട്ട് മുമ്പിലോട്ട് വരികയാണ്. ഇതിലാദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലെ ആൾക്കാർ, സാധാരണക്കാർ അല്ലെങ്കിൽ കുറച്ച് പഠിച്ച വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം അവരുടേതായ തിയറീസ് കൊണ്ടുവന്നു. അതിനെ സ്യൂഡോ സയൻറ്റിഫിക് തിയറീസ് എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം. അപ്പോൾ അതിലെന്തൊക്കെ പെടുന്നു? ഒന്ന്, കുറേ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ, ഭൂമിക്ക് കൃത്യമായിട്ടൊരു കാന്തിക ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ പോകുന്നുണ്ട് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ കപ്പലിലത്തെ മാഗ്നറ്റിക് കോമ്പസിനെല്ലാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് അനോമലീസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്തെല്ലാം കാരണം കൊണ്ടോ ഈ കപ്പലിലെയും ഫ്ലൈറ്റിലെയും മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ഭൂമിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വരുന്ന ചില പാളിച്ചകൾ എന്നെല്ലാമായിരുന്നു ഒരു കൂട്ടർ വാദിച്ചത്. അപ്പോൾ അതായിരിക്കാം ഒരു കാരണമെന്ന്, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ
പലരും വിശ്വസിച്ച് പോകുന്നത്, ഇന്നും പലരും വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള കാന്തിക ശക്തിയിൽ എന്തൊക്കെയോ വ്യതിയാനങ്ങൾ വരുന്നു. ആ വ്യതിയാനങ്ങൾ ഫ്ലൈറ്റിലെയും ഷിപ്പിലെയും മാഗ്നറ്റിക് കോമ്പസ്, വടക്ക് നോക്കി യന്ത്രങ്ങളിൽ പ്രശ്നങ്ങൾ വരുത്തുന്നു. അത് കാരണം അവർക്ക് ദിശ കിട്ടാതെ പോകുന്നു, എല്ലാം അപകടത്തിൽപ്പെടുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു തിയറിയാണ് UFO തിയറി. കുറച്ചും കൂടി കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഏലിയൻ തിയറി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന UFO തിയറി. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ UFO എന്ന വാക്ക് കേൾക്കുമ്പോൾ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഏലിയൻ്റെ കപ്പലെന്നോ അല്ലെങ്കിൽ ഷിപ്പെന്നോ സ്പേസ് ഷിപ്പെന്നോ ഒന്നും അതിനർത്ഥമില്ല. UFO നമ്മൾ സയൻറ്റിഫിക്കലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അൺഐഡൻറ്റിഫൈഡ്, തിരിച്ചറിയാൻ പറ്റാത്ത പറക്കുന്ന ഒബ്ജക്റ്റുകൾ. അല്ലാണ്ട് എന്തല്ല, ഏലിയൻസിൻ്റെ സ്പേസ് ഷിപ്പ് എന്നൊന്നും ഏതിനർത്ഥമില്ല, UFOയ്ക്ക് അർത്ഥമില്ല. എന്തുകൊണ്ടാണ് ഈ തിയറി കൊണ്ടുവന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1965 നാസ വിക്ഷേപിച്ച ജെമിനി 4 എന്ന് പറയുന്ന ഒരു വിക്ഷേപണ യാത്രയിൽ സ്പേസ് വാക്ക് നടത്തിയ ആസ്ട്രോനോട്ട് ജെയിംസ് മെക്ഡെവിറ്റ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. ഞാൻ ഇന്ന് ഒരു UFOയെ കണ്ടു എന്നുള്ളൊരു പ്രസ്താവന. ഇതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. അദ്ദേഹം യൂസ് ചെയ്ത വാക്ക് കറക്റ്റാണ്, UFO എന്ന് പറയുന്ന വാക്ക് കറക്റ്റാണ്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തല്ല, ഏലിയൻസിനെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മാത്രം. സയൻസിൽ അല്ലെങ്കിൽ ഫിസിക്സിലെ UFO അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ വസ്തുവിനെ അദ്ദേഹം സ്പേസിൽ നിന്ന് കണ്ടു എന്നാണ്. എന്തായിരിക്കാം ഈ തിരിച്ചറിയാത്ത വസ്തു? അത് ഒരു പക്ഷേ സ്പേസിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പേസ് ഡെബ്രി അല്ലെങ്കിൽ വേസ്റ്റുകളായിരിക്കാം. ലക്ഷക്കണക്കിന് സാധനം ഞട്ടും ബോൾട്ടും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക് ചുറ്റും. ഇത് പലതരത്തിലും സാറ്റലൈറ്റുകൾക്കൊക്കെ അപകടമുണ്ടാക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു പീസ് അദ്ദേഹം കണ്ടതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്ത സാധനത്തിനെ നമ്മൾ UFO എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ബർമുഡ ട്രയാങ്കിളിലും ആ കാലഘട്ടത്ത് 1-2 ഷിപ്പെല്ലാം മിസ്സായതോടുകൂടി ഈ തിയറി ഉണ്ടാക്കുന്നവർ എന്ത് വിചാരിച്ചു, കൊള്ളാം, നല്ല ഐറ്റാണ്, ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ക്ലബ് ചെയ്ത് നോക്കാം. UFO തിയറിയും അതുപോലെ തന്നെ ബർമുഡ ട്രയാങ്കിളും രണ്ടും കൂടി ചേർത്ത് വെച്ചപ്പോൾ എന്തായി, ഏലിയൻസ് വന്ന് നമ്മളുടെ കപ്പലുകളും വിമാനങ്ങളും റാഞ്ചുന്നു എന്നുള്ള രീതിയിലോട്ട് അവർ ഒരുക്കിയെടുത്തു. അമേരിക്കക്കാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമാണ് എന്ത്, ഈ ഏലിയൻ കഥകളെല്ലാം. എസ്പെഷ്യലി ഇന്നും പലപ്പോഴും ഞാൻ കോളേജുകളിൽ പോകുമ്പോൾ അവർക്ക് കേൾക്കാൻ ആഗ്രഹം എന്താണ്, ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. ഇനി ഇതിനെ ബേസ് ചെയ്ത് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റീഫൻ സ്പീൽബർഗ് മഹത്തായ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ബർമുഡ ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ആ 5 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അത് ഏലിയൻസ് വന്ന് റാഞ്ചുന്നു, മെക്സിക്കോ ഡെസേർട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അവിടെ നിന്ന് വർഷങ്ങൾക്ക് ശേഷം 31 വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് ആ പൈലറ്റുമാർ ഒരു ദിവസം പോലും പ്രായം വ്യത്യാസം വരാത്ത രീതിയിൽ ഏലിയൻ ഷിപ്പിൽ നിന്ന് തിരിച്ചു വരുന്ന സിനിമകളൊക്കെ ഇതിലെ രസകരമായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ചാൾസ് ബെർലിറ്റ്സ് ഇറക്കിയ പുസ്തകം വീണ്ടും നമ്മൾ തിരിച്ച് പുറകിലോട്ടൊന്ന് റിവൈൻഡ് ചെയ്യണം. അദ്ദേഹം ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കി ഹിറ്റാക്കി എന്ന് ഞാൻ പറഞ്ഞു. അതിന് മുമ്പൊരു പുസ്തകം അദ്ദേഹം ഇറക്കിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അദ്ദേഹം അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ സിറ്റി, അതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പുസ്തകം ഇറക്കിയത്. അതായത് ആദ്യം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു മിത്തിക്കൽ സിറ്റി, കടലിൻ്റെ അടിയിലുള്ള ഒരു സിറ്റിയെ പറ്റിയിട്ട് അദ്ദേഹം ഒരു നോവൽ എഴുതുകയാണ്. എന്നിട്ട് പയ്യെ ആൾക്കാരെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതിൽ നിന്നും പ്രകാശരശ്മികൾ പുറത്തോട്ട് വരുന്നു, വളരെ ക്രിസ്റ്റൽ പവറിൽ നിന്നും പുറത്തോട്ട് വരുന്ന എനർജി തരംഗങ്ങൾ മുകളിലോട്ട് വരുന്നു എന്നെല്ലാം ഇദ്ദേഹം എഴുതിയുണ്ടാക്കി. എന്നിട്ടാണ് എന്തിറക്കിയത്, മെയിൻ ഐറ്റം ഇറക്കിയത് എന്ത്, ബർമുഡ ട്രയാങ്കിൾ. എന്നിട്ട് ഇത് രണ്ടും കൂടി കോർത്തിണക്കി. അതായത് ബർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ പോകുന്ന കപ്പലുകളും വിമാനങ്ങളും നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം കടലിൻ്റെ അടിയിലുള്ള അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന മിത്തിക്കൽ സിറ്റിയിൽ നിന്ന് വരുന്ന എനർജി തരംഗങ്ങളാണ്. കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്, വായിച്ചു നോക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ചൂടപ്പം പോലെ പുസ്തകവും പോവും. സംഭവിച്ചതും അത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്തരം ഈ ഒരു മിത്തിക്കൽ സിറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ രസകരമായ കാര്യങ്ങളാണ്. മധ്യപ്പുഴ ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പല കിതാബുകളിലും നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പെറ്റി ഐറ്റം അറ്റ്ലാന്റിസ് ആണ്. ഇനി ആർക്കെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ചാൾസ് ബെർലിറ്റ്സിൻ്റെ പുസ്തകം തന്നെ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ചോക്ലേറ്റും എല്ലാം എന്ത് വേണോ അതെല്ലാം ഒഴുകുന്ന, അതിമനോഹരമായി ഒഴുകുന്ന ഒരു വർണ്ണമനോഹരമായ ഒരു അണ്ടർ സീ അല്ലെങ്കിൽ അണ്ടർ ഓഷ്യൻ സിറ്റിയെ പറ്റിയിട്ടാണ് ചാൾസ് ബെർലിറ്റ്സ് എഴുതിയുണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്നിട്ടാണ് ബർമുഡ ട്രയാങ്കിൾ മുമ്പിലോട്ട് അല്ലെങ്കിൽ എൻ്റെ ട്രംപ് കാർഡ് മുമ്പിലോട്ട് ഇറക്കി വെച്ചത് എന്ന് മനസ്സിലാക്കുക. മറ്റ് ചില തിയറികൾ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ മുകളിൽ ലിക്വിഡ് മെർക്കുറി ഉണ്ട്, അതിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾ വരുന്നു. കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഇത് തന്നെയായിരുന്നു, ലിക്വിഡ് മെർക്കുറിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ.
അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ലെയറുകൾക്കിടയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മീഥെയിൻ ഗ്യാസുകൾ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശതമാന സാധ്യത മീഥെയിൻ ഗ്യാസിന് സപ്പോർട്ട് ചെയ്യുന്ന നിരവധി സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ബെർമുഡ ട്രയാങ്കിളിൻ്റെ താഴ്ഭാഗത്ത് മീഥെയിൻ ഹൈഡ്രേറ്റ് ലെയറുകൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ഈ മീഥെയിൻ ഗ്യാസ് കടലിൻ്റെ സാന്ദ്രത കുറയ്ക്കുകയും കപ്പലിനെ അങ്ങനെ താഴത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമ്മൾ ലാബുകളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ചെറിയ ചെറിയ സിമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടുകളൊക്കെ താഴോട്ട് പോകുന്നതായി നമ്മൾ കണ്ടെത്തി. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിൻ്റെ അടിയിലുള്ള ഹൈഡ്രേറ്റ് ലെയറുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന കുമിളകൾ പോലെയുള്ള മീഥെയിൻ ഗ്യാസിന് പടുകൂറ്റൻ കപ്പലുകളെയും വിമാനങ്ങളെയും താഴത്തോട്ട് മാറ്റാൻ മാത്രം എനർജിയോ അല്ലെങ്കിൽ അതിൻ്റെ എബിലിറ്റിയോ ഒന്നുമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. വീണ്ടും ടെക്നോളജി പുരോഗമിച്ച് വരുമ്പോൾ വേം ഹോളുകളായി. നമ്മൾ ഇൻഡർസ്റ്റെല്ലാർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രം ഒരു വേം ഹോളായിരുന്നു. വേം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു വേം ഹോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ഭാഗത്തോട്ട് എത്തിച്ചേരുന്ന തരത്തിലുള്ള അദൃശ്യമായിട്ടുള്ള ചില ഷോർട്ട് കട്ടുകൾ, സ്പേസിലൂടെയുള്ള ഷോർട്ട് കട്ടുകളെ പറ്റിയിട്ടായിരുന്നു പുതിയ തിയറികളെല്ലാം വന്നിരുന്നത് എന്നും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ നമ്മൾ പല കഥകൾ കേട്ടു, ഈ കഥകളിനെ ബേസ് ചെയ്തിട്ടുള്ള പല സ്യൂഡോ സയൻറ്റിഫിക് തിയറീസും കേട്ടു. ഇനി വാട്ട് ഈസ് ദ റിയാലിറ്റി? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബെർമുഡ ട്രയാങ്കിൾ പോലെയുള്ള ട്രയാങ്കുലർ റീജിയൻ അവിടെ മാത്രമല്ല ഉള്ളത്. ജപ്പാൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഡെവിൾസ് സീ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ബെർമുഡ ട്രയാങ്കിളിനേക്കാൾ വളരെയധികം അപകടങ്ങൾ നടന്നിട്ടുള്ള ഈ ഡെവിൾസ് സീയിൽ കൃത്യമായിട്ട് കാരണമുണ്ട്. ബിക്കോസ് ഓഫ് അണ്ടർ വാട്ടർ വോൾക്കാനോസ്. അതായത് കടലിൻ്റെ അടിയിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഗീസേഴ്സ് അല്ലെങ്കിൽ വോൾക്കാനോസ് എല്ലാം ഈ കടലിൻ്റെ സാന്ദ്രതയിൽ ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പലുകളെ തന്നെ മുക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ നിരവധി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ അതത്ര ക്ലിക്കായില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഭൂരിഭാഗം പേരും നിങ്ങൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഇവിടെയായിരിക്കും കേൾക്കുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ബെർമുഡ ട്രയാങ്കിൾ പലരും ഇതിനു മുമ്പേ കേട്ട് കാണും. അപ്പോൾ ബെർമുഡ ട്രയാങ്കിളിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും നമ്മുടെ ലോകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ബെർമുഡ ട്രയാങ്കിൾ ഇന്നും നമ്മുടെ മനസ്സിൽ കിടക്കുന്നു? ബിക്കോസ് ഓഫ് ദാറ്റ് ബുക്ക് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന തരത്തിൽ നമുക്ക് പുസ്തകങ്ങൾ എഴുതാൻ പറ്റും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന കഥകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് ആദ്യമായിട്ട് മുമ്പോട്ട് വന്ന ഒരു ലൈബ്രറിയനാണ് ലാരി കുഷെ എന്ന് പറയുന്ന. ഇദ്ദേഹം US കോസ്റ്റ് ഗാർഡിൻ്റെ സഹായത്തോടു കൂടി, അതുപോലെ തന്നെ ലോയ്ഡ്സ് ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം ഓരോന്നായിട്ട് എടുത്ത് തെളിയിക്കുകയാണ്. ഏകദേശം 1850 മുതൽ 1950 വരെ നടന്ന മിസ്സിംഗ് ആയിട്ടുള്ള കേസുകളെല്ലാം അദ്ദേഹം ഓരോന്ന് എടുത്തിട്ട്, അതുവരെ ആരും ആ ഒരു ശ്രമത്തിന് മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഇദ്ദേഹം ഓരോ കേസ് എടുത്ത് മുമ്പോട്ട് വെക്കുന്നു, അദ്ദേഹം സോൾവ് ചെയ്യാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് മിസ്സിംഗ് ആയിട്ടുള്ളത്. അതിന് പഴയകാലത്തെ ന്യൂസ് പേപ്പറുകൾ വരെ അദ്ദേഹം അരിച്ച് പെറുക്കി എന്നുള്ളതാണ്. അതിൽ നിന്ന് ഫ്ലൈറ്റ് 19 എന്ത് സംഭവിച്ചു എന്നുള്ള കൃത്യമായിട്ടൊരു ധാരണ, അല്ലെങ്കിൽ 5 വിമാനങ്ങളും പുറകെ പോയ റെസ്ക്യൂ ഫ്ലൈറ്റിനും എന്ത് സംഭവിച്ചു എന്നുള്ള കൃത്യമായ ധാരണ കൊണ്ടുവരുന്നത് നമ്മളുടെ ലാരി കുഷയാണ്. അപ്പോൾ ഇതിലെ ഇടത്ത് ഭാഗത്ത് നിങ്ങൾ കാണുന്നതാണ് റോബർട്ട് കോക്സ്, വലത്ത് ഭാഗത്ത് കാണുന്നതാണ് ചാൾസ് ടെയ്ലർ. ചാൾസ് ടെയ്ലറാണ് ആ 5 വിമാനങ്ങളിൻ്റെ നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം പേരിട്ട് വിളിക്കാം, ചാൾസ് ടെയ്ലർ. പക്ഷേ അതേ പ്രദേശത്ത് കൂടെ തന്നെ യാത്ര തിരിച്ച റോബർട്ട് കോക്സ് എന്ന് പറയുന്ന മറ്റൊരു പൈലറ്റും ഉണ്ടായിരുന്നു. ഈ 5 വിമാനങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് റോബർട്ട് കോക്സിന് മനസ്സിലായി. എന്തോ അപകടത്തിലോട്ട് പോവുകയാണ്, ഞാൻ വേണമെങ്കിൽ വന്ന് സഹായിക്കാമെന്ന് റോബർട്ട് കോക്സ് പറയുന്നുണ്ട്. പക്ഷേ ഈ 5 വിമാനങ്ങളുടെ നേതാവായിട്ടുള്ള ചാൾസ് ടെയ്ലർ പറയാണ്, വേണ്ട, സഹായമൊന്നും വേണ്ട, എല്ലാം ഓക്കെയാണ്, എനിക്ക് കൃത്യമായിട്ട് സ്ഥലമൊക്കെ മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് റോബർട്ട് കോക്സിനെ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നു. ഒരു പക്ഷേ റോബർട്ട് കോക്സ് പോയിരുന്നെങ്കിൽ ഈ 5 പേരെയും അല്ലെങ്കിൽ 5 വിമാനങ്ങളെയും രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ആദ്യം തെക്കോട്ട് പോയിട്ട് പിന്നീട് വടക്കോട്ട് പോകുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഫ്ലോറിഡയിൽ നിന്നും അവർ യാത്ര തിരിച്ചത്. പക്ഷേ യാത്രാ മതി എങ്ങോട്ട് പോകുന്നു, വടക്കാണോ തെക്കാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ 5 വിമാനങ്ങളും അകപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള റേഡിയോ സന്ദേശങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നെങ്കിലും പിന്നീട് ഒരു തരത്തിലും അതിൻ്റെ ഈ പറയുന്ന പോലെ ഒരു ഫ്ലൈറ്റ് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ 1 5 + 1 6 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടും ഒന്നുപോലും കടലിൻ്റെ മുകളിൽ പൊന്തിക്കിടക്കുന്നതായി കണ്ടില്ല എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ റെസ്ക്യൂ വിമാനം. മാർട്ടിൻ മെറൈനർ എന്ന് പറയുന്ന ആണ് അതിൻ്റെ പേര്. ഒരു ഫ്ലൈയിങ് ഗ്യാസ് ടാങ്ക് തന്നെ വിളിക്കാം. കൃത്യമായിട്ടും വളരെ ഓവർ ഫ്യൂവൽഡ് ആയിരുന്നു. മോസ്റ്റ് പ്രോബബിളി ഇത് പൊട്ടിത്തെറിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് ലാരി കുഷെ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്.
1880 നടന്ന് മിസ്സിംഗ് ആയിട്ടുള്ള അറ്റ്ലാന്റിസിന് എന്ത് സംഭവിച്ചെന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വെതർ ഫോർകാസ്റ്റിംഗ് എടുക്കുന്നു. വളരെ ലോക്കലായിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറിൽ ആ വെതർ ഫോർകാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അദ്ദേഹം നോക്കുമ്പോൾ വളരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൃത്യമായിട്ട് വളരെയധികം സ്റ്റോംസ് അല്ലെങ്കിൽ വിൻഡ്, കാറ്റും പേമാരിയും എല്ലാം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അറ്റ്ലാന്റ നഷ്ടപ്പെട്ടത് അങ്ങനെയാണെന്ന് അദ്ദേഹം തെളിയിക്കാം. 1918 നഷ്ടപ്പെട്ട സൈക്ലോപ്സ് എന്ന് പറയുന്ന US-ൻ്റെ നേവി കപ്പലിന് എന്ത് സംഭവിച്ചു എന്നും അദ്ദേഹം ഒരു തരത്തിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ USA-യും ജർമ്മനി കൊടുമ്പിരി പിടിച്ചു നിൽക്കുന്ന സമയത്ത് ജർമ്മൻ ക്യാപ്റ്റനായിട്ടുള്ള സൈക്ലോപ്സിൻ്റെ അല്ലെങ്കിൽ സൈക്ലോപ്സ് എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഒരു ജർമ്മൻ ക്യാപ്റ്റനായിരുന്നു. എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഷിപ്പ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തോ നമുക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കാം എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. റൂബിക്കോൺ എന്ന് പറയുന്ന മറ്റൊരു ഷിപ്പിന് മിസ്സിംഗ് ആയിട്ടുള്ളത് വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. കാരണം കരയിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഷിപ്പായിരുന്നു. അതിൻ്റെ കെട്ടഴിഞ്ഞു പോവുകയും പിന്നെ കടലും അല്ലെങ്കിൽ ഈ പറയുന്ന പേമാരിയും എല്ലാം അതിനെ കൊണ്ടുപോവുകയും അതിനു മുമ്പേ തന്നെ ആൾക്കാർ രക്ഷപ്പെട്ട് കാണാം എന്ന് ലാരി കുഷൻ അദ്ദേഹം സോൾവ് ചെയ്യുന്നുണ്ട്. പല സമയത്തും ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വളരെ നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാട്ടർ സ്പ്രൗട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ പ്രകൃതി ശരിക്കും എങ്ങനെയാണ് അവനെ വട്ടം ചുറ്റി കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കപ്പലുകൾ മിസ്സിംഗ് ആവുന്നതൊന്നും ഒരു മിസ്റ്ററി അല്ല, അതൊരു ട്രാജഡി മാത്രമാണ് എന്ന് പറയാം. സ്റ്റാർ ടൈഗറിന് സംഭവിച്ചത് വളരെ സിമ്പിളായിരുന്നു. 20,000 അടിയിൽ ഉയർന്ന് പറക്കേണ്ട ഒരു കപ്പൽ 2000 അടി ഉയർന്ന് പറന്നു കഴിഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആകും, തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. പല മിലിറ്ററി ഫ്ലൈറ്റ് കൊളീഷനുകളും അതിന് മുകളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുള്ള കാരണം അതിനും പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ മിസ്റ്ററി കൊണ്ടുവന്ന് കുളമാക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈ ബെർമുഡ ട്രയാങ്കിളിൽ പിന്നെ അവശേഷിക്കുന്ന ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടൽ ജീവിയെ നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. ലോക്നെസ് മോൺസ്റ്റർ എന്നാണ് അവരതിനെ പേരിട്ടത്. കടലിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വരുന്ന ജീവി കപ്പലിനെ അങ്ങനെ പലതരത്തിൽ വ്യാളികളാണ് ചില കഥകളിൽ, ഓരോന്നിലും ചില കഥകളിൽ ഒക്ടോപ്പസ് ആണ്, ഭീമാകാരമായ ഒക്ടോപ്പസുകളാണ് ഷിപ്പിനെയും ഫ്ലൈറ്റിനെയും എല്ലാം കൊണ്ടുപോകുന്ന നീരാളികൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഓരോ കഥയിലും ഓരോരോ കഥകൾ അല്ലെങ്കിൽ ഓരോരോ തിയറികളാണ് അവർ കൊണ്ടത്. ഒന്നും വർക്കായില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ അവസാനമായിട്ട് ഒരു കഥ എന്ന് പറയുന്നത് 1872 നടന്ന ഒരു കഥ. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് മേരി സെലസ്റ്റെ എന്ന് പറയുന്ന ഒരു കപ്പൽ. ആ കപ്പലിൻ്റെ ഉള്ളിൽ ക്യാപ്റ്റൻ ബ്രിക്സ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫാമിലി. ഈ കപ്പൽ നമ്മൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ കടലിൽ കണ്ടെത്തുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ആളനക്കൊന്നുമില്ല, ആരും തന്നെ അവിടെയില്ല. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആളില്ല. എവിടെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു. ഒരു പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുക കിട്ടാൻ വേണ്ടിയിട്ട് കപ്പൽ മുക്കാനായിട്ടുള്ള പ്ലാൻ അവർ നടത്തി കാണുമായിരിക്കാം. പക്ഷേ എന്നിട്ട് കപ്പൽ മുക്കാനുള്ള പ്ലാൻ നടത്തിയിട്ട് അവർ ലൈഫ് ബോട്ടിൽ പോയി കാണുമായിരിക്കാം. മുങ്ങിയത് അവരുടെ ലൈഫ് ബോട്ടായിരിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മുക്കാൻ പോയത് കപ്പലാണ്, മുങ്ങിയത് അവർ തന്നെ എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് ഈ പറയുന്ന മേരി സെലസ്റ്റെ എന്ന് പറയുന്ന ഷിപ്പിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു സ്ലൈഡിൽ നമുക്ക് വേൾഡ് വൈഡ് ഫെഡറേഷൻ്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കാണുന്നത്. ഏകദേശം നമുക്ക് 50% നിങ്ങൾ മനസ്സിലാക്കുക, ഷിപ്പുകൾ മിസ്സിങ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കാലാവസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ്. ഒന്നെങ്കിൽ കാലാവസ്ഥ, അല്ലെങ്കിൽ പഴയ വെസൽ എന്ന് പറയുന്ന പടുകൂറ്റൻ ഷിപ്പുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുകളിൽ പ്രായമായിട്ടുള്ള ഷിപ്പുകളെല്ലാം നമുക്ക് അപകടത്തിനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ 50% നമുക്ക് നഷ്ടപ്പെടുന്ന കപ്പലുകളിലെ പ്രധാന കാരണമാണ് വെതർ എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം, ബെർമുഡ ട്രയാങ്കിൾ ഒന്നും ആക്സിഡൻറ്റ് ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ പരിധി അല്ലെങ്കിൽ ആ പ്രദേശത്ത് പോലുമില്ല. ഏറ്റവും അപകടകരമായ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കടലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് സീ അല്ലെങ്കിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ ആൻഡ് ബ്ലാക്ക് സീ, ജപ്പാൻ ആൻഡ് കൊറിയൻ സീ, സൗത്ത് ചൈന സീ ഒക്കെയാണ് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലങ്ങൾ. ബെർമുഡ ട്രയാങ്കിൾ എവിടെയാണ് നമുക്ക് വരുന്നത് നമുക്കറിയാം, അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അവിടെയാണ്. ഈ ഒരു പ്രദേശത്താണ് ബെർമുഡ ട്രയാങ്കിൾ വരുന്നത്. അതൊന്നും ലിസ്റ്റിൽ പോലുമില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് നഷ്ടപ്പെട്ട ഷിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ 50% നഷ്ടപ്പെടുന്ന കാർഗോ വെസൽസ് ആണ് എന്നുള്ളതും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം.
എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട അപകടത്തിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കീ ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻ, അതായത് ഇത്തരം അപകടകരമായ സ്ഥലങ്ങൾ അതൊരു കാരണമാകാം. 2, വർഷങ്ങൾ പഴകിയ ഷിപ്പാണെങ്കിൽ അത് മറ്റൊരു കാരണമാകാം. 3, പുവർലി പെർഫോമിംഗ് ഫ്ലാഗ് സ്റ്റേറ്റ്സ്, അതായത് കൃത്യമായിട്ട് രജിസ്ട്രേഷനൊന്നും കാര്യങ്ങളൊന്നും നടത്താത്ത രീതിയിൽ ഈ വെസൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അയക്കാനായിട്ട് അനുമതി കൊടുക്കുന്ന രാജ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ബീയിങ് ജനറൽ കാർഗോ, അല്ലെങ്കിൽ ഒരു കാർഗോ ഷിപ്പാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് വെസൽ ആണെങ്കിൽ തന്നെ അപകട സാധ്യത കൂടുതലാണ് എന്നാണ് WWFിൻ്റെ ഒരു അനുമാനം എന്ന് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ബെർമുഡ ട്രയാങ്കിളിൽ നടന്ന അപകടങ്ങളെല്ലാം തന്നെ തീർത്തും സ്വാഭാവികമാണ്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളെല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബെർമുഡ ട്രയാങ്കിൾ നോക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ബെർമുഡ ട്രയാങ്കിളിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ബെർമുഡ ട്രയാങ്കിളിലൂടെ വിമാനം പറത്തിയ ജോർജ് സ്മിത്ത് എന്ന് പറയുന്ന പൈലറ്റിൻ്റെ ഒരു രസകരമായ ഒരു എഴുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. നിങ്ങൾ ബെർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ പറന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2, സംടൈംസ് ദി ഓഷൻ ആൻഡ് ദ സ്കൈ ബ്ലെൻഡഡ് ടുഗെദർ. പല സമയത്തും ഈ പറയുന്ന കടലും ആകാശവും ചേർന്ന് അല്ലെങ്കിൽ ഇഴകിച്ചേർന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നപ്പെടും. 3, സംടൈംസ് ദ പൈലറ്റ് ക്യാൻ ബി ഹെഡിങ് ടു വാട്ടർ ഇൻ എ സ്പൈറൽ. വെള്ളത്തിലോട് ചുറ്റി പൈലറ്റ് ഒരു പക്ഷേ വഴിതെറ്റി നേരെ കടലിൽ പോയിട്ട് പതിക്കാം എന്ന് പറയുന്നു. 4, പൈലറ്റ്സ് ഡോണ്ട് നോ വിച്ച് വേ ഈസ് അപ്പ്. മുകൾ ഭാഗം ഏതാ താഴ്ഭാഗം ഏതാന്ന് പോലും പലപ്പോഴും പൈലറ്റ്സിന് തെറ്റുന്ന അവസ്ഥകൾ വരാറുണ്ട് എന്ന് പറയുന്നു. 5, ദി സ്റ്റാർസ് ലുക്ക് ലൈക്ക് ലൈറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട്. ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം കരയിലുള്ള വെളിച്ചങ്ങളാണ് അല്ലെങ്കിൽ ലൈറ്റുകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ പോലും അറ്റ്ലാന്റിക് സമുദ്രം നിങ്ങളെ ചതിക്കും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടും നമുക്ക് അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 3 അപകടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ സ്ലൈഡിൽ കാണുന്നത്. MH370 നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ഒരു 10 വർഷം മുമ്പ് ഒരു മലേഷ്യൻ വിമാനം, ഇത് പക്ഷേ അറ്റ്ലാന്റിക് ഓഷനിലല്ല, ഇന്ത്യൻ ഓഷന് മുകളിൽ വെച്ചിട്ട് നഷ്ടപ്പെടുന്നു. 2013-14 കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട ഈ വിമാനം മാസങ്ങളോളം നമ്മൾ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. ആബ്സല്യൂട്ട്ലി നത്തിങ് എന്നാണ് മനസ്സിലാക്കുക. ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടും ഈ വിമാനങ്ങളൊക്കെ ഇതെന്താണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഒന്നാമത് മനസ്സിലാക്കുക, കടലിനെ അപേക്ഷിച്ച് ഒരു വിമാനം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ചിതറിത്തെറിക്കുന്ന കഷ്ണങ്ങളെല്ലാം കടലിന് മുകളിൽ പൊന്തിക്കിടക്കുന്നു. ഒരു ധാരണയും വേണ്ട, ഒരിക്കലും ഉണ്ടാവില്ല. 2, ടൈറ്റാനിക് നമ്മൾ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ടൈറ്റാനിക്കിൻ്റെ റെക്കേജ് നമുക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ അടിച്ചാൽ പോലും നിങ്ങൾക്ക് സ്ഥലം കിട്ടും. ടൈറ്റാനിക് എവിടെയാണ് മുങ്ങിയിരിക്കുന്നത് എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ കാണാൻ സാധിക്കും. ടൈറ്റാനിക്കിൻ്റെ റെക്കേജ് തപ്പിപ്പോയ 3ാമത്തെ കേസാണ് ഓഷ്യൻ ഗേറ്റ് ടൈറ്റൻ. കഴിഞ്ഞ വർഷം ജൂണിൽ നമ്മൾ കേട്ടതാണ്. 5 യാത്രക്കാരുമായി പോയിട്ടുള്ള ഒരു സബ്മെറീൻ അല്ല സബ്മേഴ്സിബിൾ കടലിൻ്റെ അടിയിലൂടെ ടൈറ്റാനിക് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഇതൊരു സ്ട്രോങ് ഇംപ്ലോഷനിലൂടെ 5 പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതും നമ്മൾ നിരവധി വാർത്തകൾ അതിനെപ്പറ്റി കേട്ടിരുന്നു. എപ്പോഴും നമ്മൾ വാർത്തകൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഇടം പിടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ സബ്മേഴ്സിബിളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ശബ്ദം പുറത്തോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ എന്നും നമ്മൾ പേപ്പർ നോക്കിയാലും ന്യൂസ് നോക്കിയാലും ഇത് തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസുണ്ട്. എന്താണത്? അർജുൻ്റെ കേസ് നമുക്കറിയാം. ലാൻഡ് സ്ലൈഡ് അറ്റ് ഷിരൂർ, കർണാടകയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു അപകടത്തിൻ്റെ പുറകിൽ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ കൺമുമ്പിൽ എവിടെയോ ലോറിയുണ്ട്. ഞാൻ പ്രത്യേകം അതിനെപ്പറ്റി എടുത്തു പറയണം. എന്തെല്ലാം ടെക്നോളജികൾ നമ്മൾ അതിലോട്ട് ഇറക്കി എന്നുള്ളതാണ് ഞാനിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ടല്ല ഞാൻ പോകുന്നത്. എത്രമാത്രം ടെക്നോളജി നമ്മളിവിടെ ഇറക്കിയിട്ടും നമുക്ക് ഈ നിമിഷം വരെ, അതായത് ഞാൻ ഈ പോഡിയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് വരെ ഒന്ന് ചെക്ക് ചെയ്തു, ലോറി കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുവരെ ഞാൻ ഈ പോഡിയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് വരെ ഞാൻ ചെക്ക് ചെയ്തു, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ ലോറി കണ്ടെത്താൻ സാധിച്ചോ? ഇല്ല. ആ ടെക്നോളജികളുടെ പേര് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് സിസ്റ്റം, ഓക്കെ, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ, തേർമൽ ഇമേജിംഗ്, അക്കൗസ്റ്റിക് ഡിറ്റക്ഷൻ, സാറ്റലൈറ്റ് ഇമേജിംഗ്, ഏത് നാസയും ഇസ്രോയും കൂടി ചേർന്നിട്ട് സാറ്റലൈറ്റ് ഇമേജിംഗ്, സോണാർ, GPS. ഇത്രയും ടെക്നോളജികൾ ഉണ്ടായിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഈശ്വർ മാൽപ്പയും സംഘത്തിനെയും മുമ്പിലോട്ട് ഇറക്കിയത്. അടുത്ത തുറുപ്പുചീട്ട് അവർ ഇറക്കാം, മത്സ്യത്തൊഴിലാളികളെ ഇറക്കുന്നു. 12.5 നോട്ടാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. ആ റിവറിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ആ നദിയുടെ ഒഴുക്ക് 12.5 നോട്ട്. ഒന്നാലോചിച്ച് നോക്കുക, അത്രയും വേഗതയിൽ ഒഴുകുന്ന നദി, അതിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ എവിടെയോ മുങ്ങിക്കിടക്കുന്ന അർജുൻ്റെ ലോറി.
അല്ലെങ്കിൽ 3 പേരാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ട് ഇപ്പോഴും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേരെ നമുക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് ബെർമുഡ ട്രയാങ്കിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിൽ ഏതോ ഒരു വിമാനം അല്ലെങ്കിൽ ഒരു ഷിപ്പ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷെ നമ്മൾ അവസാനം വരെ നമ്മൾ ട്രൈ ചെയ്യണം. ഒരിക്കലും നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ സാധ്യത വെച്ച് നോക്കുമ്പോൾ 99.99% കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, നിർത്തരുത് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഇത് പിന്നെ എന്തിനാണ് നമ്മൾ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തത്? മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഗവൺമെൻറ്റിനെ വിരൽ ചൂണ്ടും. കാരണം ഈ ടെക്നോളജിയിൽ 90% ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തെടുത്ത പ്രൈവറ്റ് ഏജൻസീസാണ്. അതവർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടെക്നോളജി ആക്ച്വലി വളരെ കുറവാണ്. ദാറ്റ്സ് ദ റിയാലിറ്റി. ഏതെങ്കിലും തരത്തിലൊരു പ്രകൃതി ദുരന്തം സംഭവിച്ചാൽ, ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചാൽ, ഒരു വെള്ളപ്പൊക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അടിയിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി വരുന്ന ടെക്നോളജികൾ ശരിക്കും ലിമിറ്റഡാണ്. അതായത് 2024 ആയിട്ടും ലിമിറ്റഡാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. നമുക്ക് ആദ്യത്തെ മണിക്കൂറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നെല്ലാം നമുക്കറിയാം. പക്ഷെ പറഞ്ഞു വന്നത്, ഈ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ പോലും ടെക്നോളജി ഇത്രയും ഉണ്ടായിട്ടും 13-ാം ദിവസത്തിലോട്ട് നമ്മൾ കടന്നു എന്നുള്ളതാണ്. അപ്പോഴാണോ 1880-ലും 1920-ലും 40-ലും എല്ലാം മിസ്സിംഗ് ആയിട്ടുള്ള ഷിപ്പുകളെ തേടിപ്പിടിക്കാൻ വേണ്ടി പോയിട്ടുള്ള അല്ലെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ USA അല്ലെങ്കിൽ ബ്രിട്ടൻ അവരുടെ കൈവശമുണ്ടായിരുന്ന ടെക്നോളജി എത്രമാത്രം പുറകിലോട്ടായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബെർമുഡ എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രദേശം തീർത്തും ഒരു സ്വാഭാവികമായ സ്ഥലമാണ്. ഇതിന് കിട്ടിയ ഗുണം എന്താണെന്നറിയോ? ഇതുകൊണ്ട് ബെർമുഡ ഭയങ്കര അല്ലെങ്കിൽ ആ ഒരു ഐലൻഡ് വളരെ ഫേമസ് ആയി. എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ ഒഴുക്കാണ് അങ്ങോട്ട്, ബെർമുഡ ട്രയാങ്കിളിലോട്ട് ഒരു ഒഴുക്കാണ്. എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നിരവധി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയായി മാറി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കും വേണമെങ്കിൽ എപ്പോഴെങ്കിലും അല്ലേ, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ബെർമുഡയിലോട്ട് പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. പോകുമ്പോൾ നിങ്ങൾ ഇത്രയും കഥകളുമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കീഴ്പ്പെടുത്തി കളയുന്ന അനേകം ആയിരക്കണക്കിന് കഥകളുമായിട്ടായിരിക്കും തിരിച്ചു വരിക എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നും മനസ്സിലാക്കുക, ഏറ്റവും വളരെയധികം നിരവധി റിസോർട്ടുകളും പവിഴപ്പുറ്റുകളുമെല്ലാം ഉള്ള അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് ബെർമുഡ. മറ്റ് അപകട സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബെർമുഡയിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇപ്പോൾ സാറോട് അവതരിപ്പിച്ച ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനെ സംബന്ധിച്ച് സാർ പറയാത്തൊരു കാര്യം ഇതിനകത്തുള്ളത്, അമേരിക്ക ബ്രിട്ടൻ നടത്തിയ ഗവേഷണത്തിൽ ഈ ബെർമുഡ ട്രയാങ്കിളിൽ ഉണ്ടാകുന്ന റോക്ക് വേവ്സ്, തെമ്മാടി തിരമാലകൾ, അത് ഏകദേശം 100 അടിയോളം പൊക്കത്തിൽ ഉണ്ടാവുകയും ആ സമയത്ത് അതിലൂടെ പോകുന്ന കപ്പലുകളെയും ഒരുപക്ഷെ 100 അടിയിലധികം പൊക്കമുള്ള താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും സമുദ്രത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ സാർ അത് ഇവിടെ പറഞ്ഞില്ല. എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 1978 ശേഷം ഇന്ന് നമ്മൾ നിൽക്കുന്ന 2024 ഈ വർഷം വരെ ബെർമുഡ ട്രയാങ്കിളിന് മീതെ കൂടെ ഇപ്പോഴും കപ്പലുകൾ വിമാനങ്ങൾ പോകുന്നുണ്ടോ? അതിനുശേഷം മറ്റ് ട്രാജഡികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ചും സാറ് ഈ പ്രഭാഷണത്തിൽ പരാമർശിച്ചില്ല. ആ ഒരു സംശയം മുന്നോട്ട്. ഓക്കെ, നല്ല 2 സംശയങ്ങളാണ്. ആദ്യത്തെ സംശയങ്ങളല്ല, ആദ്യം പറഞ്ഞ റോക്ക് വേവ്സിനെ പറ്റിയിട്ട്. ഈ റോക്ക് വേവ്സ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മാത്രമല്ല കാണപ്പെടുന്നത് എന്നുള്ളതാണ്. പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ ഓഷ്യനിലും ഉണ്ടെങ്കിലും നമ്മൾ മൊത്തം ട്രാഫിക് റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വാട്ടർ ട്രാഫിക് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ട്രാഫിക് ബേസിക്കലി കണക്റ്റിംഗ് ആഫ്രിക്ക ഒരു സ്ഥലത്ത് വരുന്നു, അപ്പുറത്ത് USA വരുന്നു, വളരെയധികം ട്രാഫിക് നിറഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന എന്തുണ്ടാകാം? റോക്ക് വേവ്സ് അല്ലെങ്കിൽ വളരെയധികം പൊക്കത്തിൽ വരുന്ന തിരമാലകൾ ഉണ്ടാകാം എന്ന് പറയുന്നത് കടലിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. 1. 2, 78 ശേഷം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും 78 അവസാനത്തെ ഒരു വാർത്ത ഞാൻ കണ്ടത് 2023-ലാണ്. 2023 ബെർമുഡ ട്രയാങ്കിൾ വഴി പോയിരുന്ന ഒരാളെ മിസ്സിംഗ് ആയി. അതായത് കപ്പലിൽ നിന്ന് വീണതാണ്, പിന്നെ ആളുടെ പൊടി പോലും കിട്ടുന്നില്ല. അത് വളരെ സ്വാഭാവികം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, വർഷം കൂടുന്തോറും, ഓരോ വർഷം മുമ്പോട്ട് പോകുന്തോറും ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ക്യാമറ കണ്ണുകൾ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, സാറ്റലൈറ്റുകൾ മിഴി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് GPS ലൊക്കേറ്റഡ് ആണോ ഓരോ വിമാനവും, എന്ത് സംഭവിക്കാം എന്നുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു അനുമാനത്തിലോട്ട് നമുക്ക് അടുത്ത് വരെ എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് പല കഥകളും ഇന്ന് എന്താവാത്തത്, ക്ലിക്കാവാത്തത്. പലരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും, ബെർമുഡ ട്രയാങ്കിൾ ഇതാ പോയി, രണ്ടാമത്തെ ഷിപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഷിപ്പ് ഇന്നും പോയി എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് അത് വിലക്കെടുക്കാത്തതിൻ്റെ റീസൺ ഈ 78 ഈ സിദ്ധാന്തങ്ങളെല്ലാം, ഈ സ്യൂഡോ സയൻറ്റിഫിക് തിയറികളെല്ലാം പൊളിച്ചെഴുതിയതാണ് നമ്മൾ ഓൾറെഡി. ഇനി അതും വിശ്വസിച്ച് അല്ലെങ്കിൽ ഇനിയും വിശ്വസിക്കുന്നവർ തീർത്തും വീണ്ടും ഒന്നുകൂടി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠനം നടത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, റഷ്യ, സോവിയറ്റ് യൂണിയൻ ഈ ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് തിയറീസ് എല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ യുക്തിവാദിയായിരുന്ന ശ്രീ ഇടമറുകിനോട് ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ഒരാൾ സംശയം ചോദിച്ചു. അദ്ദേഹം റഷ്യ നടത്തിയ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് ഞാൻ ബുക്കിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ അത് നോക്കാതെയാണ് വന്നത്. അപ്പോൾ ഏകദേശം 1945 ശേഷം ഇങ്ങോട്ട് അമേരിക്കയും ഇംഗ്ലണ്ടും റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ബെർമുഡ ട്രയാങ്കിൾ എന്ത് സംഭവിക്കുന്നു, എന്താണ് ഈ കപ്പലിനെയും എന്താണ് ഈ ഈ വിമാനങ്ങളെയും താഴോട്ട് ആകർഷിക്കുന്നത്, ആ പ്രദേശത്ത് വരുമ്പോൾ എന്തുകൊണ്ട് ഇവ ഡിസപ്പിയർ ചെയ്യുന്നു എന്നുള്ളതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ തിയറീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സ്യൂഡോ സയൻസ് അല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ അതിനകത്ത് ഈ കാന്തിക കിരണങ്ങൾ വരുന്നുണ്ട്, റോക്ക് വേവ്സ് വരുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാണുന്ന വീഡിയോസിലെല്ലാം, ഞാൻ കാണുന്ന സമുദ്രാന്തര വീഡിയോസിലെല്ലാം വളരെയധികം സമുദ്രത്തിൻ്റെ അടിയിൽ പോയി വളരെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണുന്ന കാര്യങ്ങൾ വരെ നമുക്ക് ഇന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഡിസ്കവറി ചാനലിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ശാസ്ത്രയുഗത്തിൽ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പ്രദേശത്തിൻ്റെ കടലിനടിയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണത്തിന് വേണ്ടി ഒരു കപ്പൽ ഇവിടെ അയച്ചിട്ട് അന്നേരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു പഠനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഈ അടുത്ത സമയത്തായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സാറിൻ്റെ പ്രഭാഷണത്തിൽ അതൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനെ സംബന്ധിച്ചുള്ള കുറേ കഥകളും അന്നത്തെ കുറേ സ്യൂഡോ സയൻസുകളും ഒരു ലൈബ്രറിയൻ ഇതിനു വേണ്ടി വെച്ച വിവരണങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 25 വർഷമായിട്ട്, 2000-ന് ശേഷമുള്ള 25 വർഷമായിട്ട് ഈ ബെർമുഡ ട്രയാങ്കിളിൽ ലോകരാജ്യങ്ങൾ, അതായത് സയൻറ്റിഫിക്കായിട്ട് ഉന്നതിയിലെത്തിയ രാജ്യങ്ങൾ നടത്തിയ പഠനങ്ങൾ അതോടെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിലോട്ട് ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബെർമുഡ ട്രയാങ്കിളിനെ പറ്റി വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു സ്ഥലപ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ വളരെയധികം റിസർച്ചേഴ്സ് അവിടേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലോട്ട് നമ്മൾ സബ്മേഴ്സിബിൾ അയച്ചിട്ടുണ്ട്, സബ്മെറീനുകൾ അയച്ചിട്ടുണ്ട്, അണ്ടർ വാട്ടർ ഡ്രോണുകളും അയച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണ്, ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റ് കടൽ പ്രദേശങ്ങളുമായി നോക്കുമ്പോൾ എന്തില്ല, പുതിയതായിട്ട് അപകട സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ വരുന്നില്ല. അപ്പോൾ ആസ് യൂഷ്വൽ എന്താണ് അവിടെ മെയിൻ പ്രധാന കാരണം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് WWFൻ്റെ റിപ്പോർട്ട് പറഞ്ഞതുപോലെ, ആ റിപ്പോർട്ട് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, അതിൽ കൃത്യമായിട്ട് 50% അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. അല്ലാണ്ട് അതിൻ്റെ അടിയിൽ നിന്ന്, കടലിൻ്റെ അടിയിൽ നിന്നും വലിച്ചിടാനായിട്ടുള്ള ഒരു ശേഷിയും അല്ലെങ്കിൽ ഒരു റേഡിയേഷനോ ഒരു എനർജി വേവോ കടലിൻ്റെ അടിയിൽ നിന്നും വലിച്ചിടാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഒരു മീഥേൻ ഗ്യാസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് തിയറീസ് പോലും അതിൻ്റെ അടിയിൽ പുതിയതായിട്ട് അല്ലെങ്കിൽ ബെർമുഡ ട്രയാങ്കിളിനെ വ്യത്യസ്തമാക്കുന്ന ഒന്നും തന്നെ അവിടെ ഇല്ല. ഒന്നും തന്നെ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ എത്ര നേരം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. 2, ഈ പറയുന്ന ബാക്കി സ്ഥലങ്ങളിൽ, അതുകൊണ്ടാണ് വോൾക്കാനിക് ഇറപ്ഷൻ സൈറ്റുകൾ ഞാൻ കാണിച്ചു തന്നത്. ഡെവിൾസ് ലാൻഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൃത്യമായിട്ട് നമുക്ക് ഒരു ഉത്തരമുണ്ട്. അവിടെ വോൾക്കാനിക് ഇറപ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബെർമുഡ ട്രയാങ്കിളിൻ്റെ അപകട സാധ്യത ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വളരെ താഴെയാണ് സാധനം കിടക്കുന്നത്. വളരെ മുകളിലുള്ള പല സ്ഥലപ്രദേശങ്ങളും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു തരത്തിലുമുള്ള അനോമലിസും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളിൽ കൃത്യമായിട്ടുള്ള അവിടെ വ്യതിചലനങ്ങൾ അതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തില്ലേ, നമ്മൾ ഈ നിൽക്കുന്ന ഓഡിറ്റോറിയത്തിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കടന്നു പോകുന്നില്ലേ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വ്യതിയാനങ്ങൾ നടക്കുന്നില്ലേ, ബേസിക് ഫിസിക്സ് ആണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് നമ്മൾ കാര്യം. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഒരു സ്ഥലത്തും സ്റ്റാറ്റിക് അല്ല. പക്ഷെ അത് മുമ്പിലോട്ട് പൊക്കിക്കൊണ്ടുവന്നിട്ട് അതൊരു ശാസ്ത്ര സാങ്കേതിക തിയറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബെർമുഡയിൽ മാത്രമായിട്ട് ഒരു മാഗ്നറ്റിക് അനോമലി ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. ആസ് യൂഷ്വൽ ഇറ്റ്സ് ലൈക്ക് ഓൾ അതർ പ്ലേസസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മുമ്പോട്ട് കൊണ്ടുവന്നേക്കേണ്ട കാര്യം. അതുതന്നെയാണ് ഇന്നത്തെ ടോക്കിലെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് വീണ്ടും എടുത്തു പറയാനുള്ള കാര്യം.